ഹായ് മക്കളെ, ഈ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. ഇത് കോണിക് സെക്ഷനിൽ നിന്നിട്ടുള്ള ചോദ്യം അല്ലെ? കോണിക് സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം. അതില് എലിപ്സ് റിലേറ്റഡ് ആയിട്ട് കോണിക് സെക്ഷനകത്തുള്ള എലിപ്സിൽ നിന്നുള്ള ചോദ്യമാണ്. 2 എലിപ്സുകൾ ചേർത്തിട്ട് ഉള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ ലെറ്റ് ഈച്ച് ഓഫ് ദി 2 എലിപ്സ്, 2 എലിപ്സുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം a square x square by a square plus y square by b square equal to 1, a greater than b ആണ്. രണ്ടാമത്തത് ഈ a greater than b യുടെ പ്രത്യേകത എന്താ? അതിന്റെ ആ എലിപ്സ് ഇങ്ങനെയായിരിക്കും, ശരിയല്ലേ? അടുത്തത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1, എ ലെസ് ദാൻ ബി ആണ്. എ ലെസ് ദാൻ ബി ആകുമ്പോൾ ആ എലിപ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പോ ഇതില് ഹാവ് ഈസെൻട്രിസിറ്റി 4/5. Let the length of the lattice rectum of E1 and E2 be L1 and L2, okay, such that 2L1 square is equal to 9L2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. If the distance between the foci of E1 is 8, E1ന്റെ distance between 2 foci അത് 8 ആണെങ്കിൽ then the distance between the foci of E2, ആ E2ന്റെ ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, എലിപ്സ് 1 നോക്കാം. ഫസ്റ്റ് എലിപ്സിനെ ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു യെല്ലോ കളറിൽ ഞാൻ സൂചിപ്പിക്കാം. ഫസ്റ്റ് എലിപ്സിന്റെ ഇക്വേഷൻ, അതിന്റെ ഈസെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അതിന്റെ വില തന്നിരിക്കുന്നത് 4/5 എന്നാണ്. അപ്പൊ നമുക്കറിയാം ഇതിനെ സ്ക്വയർ ചെയ്താൽ 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16/25 ആകുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മൈനസ് 16/25 എന്ന് പറയുന്നത് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ലേടാ? അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9/25 ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അവിടെ നമുക്ക് ബി ബൈ എയുടെ വില കിട്ടും. ബി ബൈ എ എന്ന് പറയുന്നത് 3/5 എന്ന് കിട്ടി. അവിടെ ഇരിക്കട്ടെ, ബി ബൈ എ 3/5 ആയിട്ട് കിട്ടി. ഇനി ഒന്നാമത്തെ എലിപ്സുമായി ബന്ധപ്പെട്ട് ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറയുന്നത് 8 ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറഞ്ഞാൽ 2AE എന്നാണ് പറയുന്നത്. 2AE എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 2 ഇൻറ്റു എ ഇൻറ്റു ഇയുടെ വില 4/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം, 2 ഇൻറ്റു 4 8 ആയിട്ട് അങ്ങ് പോകും. ഇവിടെ നമുക്ക് എയുടെ വിലയായിട്ട് എ ഈസ് ഈക്വൽ ടു 5 എന്ന വില കിട്ടും. ഈ എ ഈക്വൽ ടു 5 നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വില കിട്ടും. ബി ഈസ് ഈക്വൽ ടു 3/5 ഇൻറ്റു 5. സോ ദ വാല്യൂ ഓഫ് ബി ഈസ് ഈക്വൽ ടു 3. എയും കിട്ടി, ബിയും കിട്ടി. റെഡി? അപ്പൊ എലിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് E1, അത് L1 ആണ്. നമുക്ക് ഈ L1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ടു ബി സ്ക്വയർ ബൈ എ ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സ്ക്വയർ 9 ആണ്, ബൈ എയുടെ വില 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18/5 എന്ന് നമുക്ക് L1 കിട്ടും. ഓക്കെ ആണല്ലോ? നമ്മളപ്പോ L1 കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് L2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, L1 ഇവിടെ ഉണ്ട്, L2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L2 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലിപ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എലിപ്സിലേക്ക് പോവാം. രണ്ടാമത്തെ എലിപ്സിലെ ഈസെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് റൂട്ട് ഓഫ് 1 മൈനസ്, ഇവിടെ ചെറിയ ടേം എന്ന് പറയുന്നത് എയും വലിയ ടേം ബിയും ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടത് ചെറിയ ടേമിന്റെ സ്ക്വയർ ബൈ വലിയ ടേമിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എ സ്ക്വയർ, ഇവിടെ വരുന്നത് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എന്നാണ്. നേരത്തെ സ്മോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ വിലയും നമുക്ക് തന്നു 4/5 ആണ്. അവർ പറഞ്ഞു ഈച്ച് ഓഫ് ദി 2 എലിപ്സ്, 2 എലിപ്സിന്റെയും ഈസെൻട്രിസിറ്റി എന്താണ്? 4/5 ആണ്. സോ ഇതിനെ സ്ക്വയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 1 മൈനസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 16/25. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ
നമുക്ക് എന്ത് ചെയ്യാം? 1 - 16/25 = a square by b square എന്ന് എടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് 9/25 എന്ന് പറയുന്നത് a square by b square ആവും. ഇവിടെ നിന്ന് നമുക്ക് a by b യുടെ വില കിട്ടും. a by b യുടെ വില = 3/5 എന്ന് നേരത്തെ കിട്ടിയതുപോലെ കിട്ടും. രണ്ടാമത്തെ എലിപ്സിന്റെ ആണ്. a by b യുടെ വില 3/5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പറയാം L2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അല്ലേ? അപ്പൊ നമുക്കിവിടെ എടുക്കാം L2 = 2a square divided by b ആണ്. കാരണം അതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. 2 ഇൻറ്റു ചെറിയ ടേമിന്റെ സ്ക്വയർ ബൈ വലിയ ടേം ആണ്. അപ്പൊ 2 ഇൻറ്റു നമുക്കിവിടെ എഴുതാം 2 ഇൻറ്റു a by b യുടെ വില 3/5 ആണ്. അപ്പൊ ഒരു a by b ക്ക് 3/5 കൊടുക്കാം, പിന്നെ അവിടെ ഒരു a നിർത്താം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എടുക്കാം L2 എന്ന് പറയുമ്പോൾ 6/5a ആണ്. ഓക്കെ, 6/5a ആണ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ എടുത്ത് എഴുതാം. 2L1 square = 9L2 എന്നാണ്. 2L1 square = 9L2. അപ്പൊ 2 ഇൻറ്റു L1 ന്റെ വില 18/5 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 18 ഇൻറ്റു 18/5 ഇൻറ്റു 5 = 9 ഇൻറ്റു L2 എന്ന് പറയുമ്പോൾ 6a ഡിവൈഡഡ് ബൈ 5. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഒരു 5ഉം ഒരു 5ഉം അങ്ങ് പോട്ടെ. 9ഉം 18ഉം കൂടി ഇവിടെ 2 ആവും. 6ഉം 18ഉം കൂടി ഇവിടെ 3 ആവും. അപ്പൊ നമുക്കിവിടെ എയുടെ ക്യാപിറ്റൽ എ എന്ന വില കിട്ടി. ക്യാപിറ്റൽ എ = ഇവിടെ 6 ഇൻറ്റു 2 12/5 എന്ന് കിട്ടി. 12/5. ഓക്കെ, 12/5. അത് മാത്രമല്ല ഇവിടെ a by b യുടെ വില 3/5 തന്നിട്ടുണ്ട്. അപ്പൊ b കണ്ടുപിടിക്കാം. 5a = 3b. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താ? 5a = 3b. 5a = 3b ആണ്. അപ്പൊ 5 ഇൻറ്റു 12/5 = 3b. 5ഉം 5ഉം പോയി, 3യും 12ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ബിയുടെ വില നമുക്ക് 4 എന്ന് കിട്ടും അല്ലെ? എയുടെ വില 12/5 കിട്ടി, ബിയുടെ വില 4 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താണോ നോക്കുക. കണ്ടുപിടിക്കേണ്ട വില the distance between foci of E2. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ ഓഫ് E2 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2BE ആണ്. കണ്ടോ, 2BE. അപ്പൊ 2 ഇൻറ്റു ബിയുടെ വില 4 ഇൻറ്റു ഇയുടെ വില 4/5 ആണ്. നമുക്ക് എടുക്കാം 4/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 2 32/5 എന്നാണ് മക്കളെ ആൻസർ വരിക. 32/5. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് വരുന്ന സമയത്ത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b² ആണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് 2b² ആണ്, 2a² b എന്നാണ് വരിക. അത് മാത്രവുമല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറയുന്നത് ഇവിടെ 2AE ആണെങ്കിൽ ഇവിടെ 2BE ആയിരിക്കും. അത് മറന്നു പോകരുത്. ഓക്കെ.